നമസ്കാരം. വിലു ബാലകൃഷ്ണനാണ്, കമ്പനി സെക്രട്ടറി. ഇന്നത്തെ വീഡിയോയുടെ ടോപ്പിക്ക് ഇപ്പോൾ സി എസിൻ്റെ റിസൾട്ട് കഴിഞ്ഞ ആഴ്ച വന്നു. ഡിസംബർ 2025 എക്സാമിൻ്റെ അതിൻ്റെ ഒരു റിസൾട്ട് അനാലിസിസ് വീഡിയോയും റീൽസും ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒത്തിരി പേര് അത് കണ്ടു. അത് കണ്ടിട്ടും അല്ലാതെ എൻ്റെ സ്റ്റുഡൻസും പൊതുവേ സ്റ്റുഡൻസും പാരൻസും ഒക്കെ ചോദിക്കും ചോദ്യം, മാർക്ക് വരുന്നില്ല, അല്ലെങ്കിൽ മാർക്ക് കുറവാണ്, എഴുതിയതിനെക്കാട്ടിലും മാർക്ക് കുറവാണ്, കമ്പനി ലോ, ESG, അല്ലെങ്കിൽ അക്കൗണ്ടിങ്, അല്ലെങ്കിൽ പലതിലും. അപ്പോൾ പഠിക്കുന്നുണ്ട്, ക്ലാസ് അറ്റൻഡ് ചെയ്തു, പഠിക്കുന്നു, നല്ലതിൽ ഹാർഡ് വർക്ക് ചെയ്തു കുട്ടികൾ. ഒത്തിരി കുട്ടികൾ വിളിച്ച് പറയുന്നു, സാർ നല്ലതിൽ എഴുതി മാർക്ക് വരുന്നില്ല, 40 കിടക്കുന്നു, 38 കിടക്കുന്നു, 28 കിടക്കുന്നു. പക്ഷേ എനിക്കും കുറേ ആൾക്കാരെയൊക്കെ അറിയാം, സ്റ്റുഡൻസിന്, എൻ്റെ തന്നെ കുട്ടികൾ, ചിലർക്കൊന്നും മാർക്ക് വരുന്നില്ല. അപ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തതിനെക്കാട്ടിലും മാർക്ക് കുറവാണ് വരുന്നത്. അപ്പോൾ ഇത് ഒരു വല്ലാത്തൊരു സിനാരിയോ ആണ്. കാരണം കുട്ടികളെ സംബന്ധിച്ചോളം പഠിക്കുന്നില്ലെങ്കിൽ ഓക്കെ, നല്ല ക്ലാസ് അറ്റൻഡ് ചെയ്ത് നല്ലതിൽ പ്രിപ്പയർ ചെയ്ത് ഉറക്കൊഴിഞ്ഞൊക്കെ പഠിച്ച് നല്ലതിൽ എഴുതുകയും ചെയ്തു, 3 മണിക്കൂർ നല്ല വെടിപ്പായിട്ട് എഴുതിയിട്ട് വരുമ്പോൾ എന്നിട്ട് വന്ന് മാർക്ക് നോക്കുമ്പോൾ പൊതുവേ കുറവാണെന്നുള്ളൊരു തോന്നൽ, ഇത് വല്ലാത്തൊരു അവസ്ഥയാണ്. കാരണം എന്ത് ചെയ്യണമെന്നറിഞ്ഞൂടാത്തൊരു അവസ്ഥയിലോട്ട് നമ്മളെത്തും. കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് കുറയ്ക്കുകയൊക്കെ ചെയ്യും. അപ്പോൾ ഒരു 20 വർഷമായിട്ട് കമ്പനി ലോ, എക്കണോമിക് ലോ, അതുപോലെ തന്നെ ഫൈനൽ ESG, ഡ്രാഫ്റ്റിംഗ്, ഇതുപോലെ CS എക്സിക്യൂട്ടീവിലും ഫൈനലിലും ഒക്കെ പ്രൊഫഷണൽ പ്രോജക്റ്റ് പഠിപ്പിക്കുന്ന ഒരാളെന്ന രീതിയിൽ ഇതിനൊരു കുറച്ച് റെമഡീസ് അല്ലെങ്കിൽ സൊല്യൂഷൻസ് ഞാൻ സജസ്റ്റ് ചെയ്യാം. പഠിക്കുക എന്ന് പറയുന്നത് ഒരു കാര്യമാണ്, അത് റിവൈസ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. മൂന്നാമത്തത് പ്രസൻറ്റ് ചെയ്യാന്നുള്ള പരീക്ഷയിൽ എഴുതുന്നത്, അത് അതിനെക്കാട്ടും വളരെ ഇമ്പോർട്ടൻ്റ് കാര്യമാണ്. അപ്പോൾ 3 സ്റ്റേജാണ്. ഒന്ന് പഠിക്കുക, സ്വാഭാവികമായിട്ടും ക്ലാസ് അറ്റൻഡ് ചെയ്തോ അല്ലാതെയോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നു, സ്റ്റഡി മെറ്റീരിയൽ ഓരോ ചാപ്റ്റേഴ്സും നിങ്ങൾ കവർ ചെയ്യുന്നു. അത് ഏകദേശം പരീക്ഷയുടെ അടുത്തെത്തുമ്പോൾ കവറിങ് കഴിയും. നമ്മൾ ആ ഒരു കോൺഫിഡൻസിൽ നമ്മൾ പരീക്ഷ എഴുതാൻ പോകുന്നു, പ്രസൻറ്റ് ചെയ്യുന്നു. ഇങ്ങനെയാണല്ലോ നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ മാർക്ക് കുറവാണെന്ന് തോന്നുന്ന കുട്ടികൾക്ക് ഉള്ള എൻ്റെ സജഷൻ ഞാൻ വീണ്ടും പറഞ്ഞല്ലോ, പഠിക്കുക എന്ന് പറയുന്നത് ഒരു പാർട്ടായിട്ടുള്ളൂ. നമ്മളതൊരു മെമ്മറി ഓറിയൻറ്റഡ് ആയിട്ടുള്ളൊരു സബ്ജക്ട്സാണെല്ലാം. കാരണം ഒത്തിരി ക്വാണ്ടിറ്റി ഉണ്ട്, തിയറിയാണ്, ലോയാണ്, പ്രൊസീജിയേഴ്സാണ്, ഒത്തിരി വീണ്ടും വീണ്ടും വായിക്കേണ്ടി വരും. അപ്പോൾ നമ്മുടെ മനസ്സ് അല്ലെങ്കിൽ മെമ്മറി അറിയാമല്ലോ, സ്വാഭാവികമായിട്ടും ആദ്യത്തെ ചാപ്റ്റർ പഠിക്കുമ്പോൾ അത് ഓർമ്മ വരും, രണ്ടാമത്തെ പഠിക്കുമ്പം, മൂന്നാമത്തെ, നാലാമത്തെ പഠിക്കുമ്പോൾ ആദ്യത്തെ ചാപ്റ്റർ മറന്നു പോകും. ഇങ്ങനെയാണല്ലോ പോകുന്നത്. ലെസൺസ് ബിൽഡ് ചെയ്യുമ്പോൾ ബാക്കിലോട്ട് ലെസൺസ് മറന്നു പോകും. അതിനെനിക്ക് സജസ്റ്റ് ചെയ്യാനുള്ളത്, ഒരു 5 ചാപ്റ്റർ കഴിയുമ്പോൾ ഒരു റിവിഷൻ വയ്ക്കണം, പിന്നെ ഒരു 10 ചാപ്റ്റർ കഴിയുമ്പോൾ ഒരു റിവിഷൻ വയ്ക്കണം. അങ്ങനെ നിങ്ങൾ റെഗുലറായിട്ട് റിവൈസ് ചെയ്യും. എല്ലാ സ്റ്റഡി മെറ്റീരിയലിലെ മെജോറിറ്റി ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സും കവർ ചെയ്തതിന് ശേഷം ഒരു മാസീവ് റിവിഷൻ വയ്ക്കണം. ഒരാഴ്ച കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചതെല്ലാം ഒന്നുകൂടി പഠിക്കുക. അങ്ങനെ ഒരു 1-2 പ്രാവശ്യമെങ്കിലും മിനിമം റിവൈസ് ചെയ്താൽ മാത്രമേ അതിലെ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സും പ്രൊസീജിയേഴ്സും ലോയും സെക്ഷനും അല്ലെങ്കിൽ അത് ബന്ധപ്പെട്ടുള്ള റിലവൻറ്റ് പോയിൻറ്റ്സ് നമ്മുടെ മനസ്സിലിരിക്കത്തുള്ളൂ. അപ്പോൾ ടിപ്പ് നമ്പർ 1 അല്ലെങ്കിൽ സജഷൻ നമ്പർ 1, റിവിഷൻ. പഠിച്ചിട്ട് കാര്യമില്ല, പഠിത്തം എന്നുള്ളത് ബേസാണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് റിവിഷനാണ്. അപ്പോൾ സാറിന് പറയാനുള്ളത്, പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്യുക, 1-2 പ്രാവശ്യം റിവൈസ് ചെയ്യുക. ടിപ്പ് നമ്പർ 1. ടിപ്പ് നമ്പർ 2, ഞാൻ പറഞ്ഞല്ലോ, പഠിത്തം ഒന്നായി, ഇപ്പോൾ അടുത്ത് റിവൈസ് ചെയ്ത് തുടങ്ങി, കുറച്ചുകൂടിയൊക്കെ മെമ്മറി ഷാർപ്പാവും, ഓർമ്മകൾ വരും, അതുപോലെ തന്നെ തറവാവും. റിവൈസ് ചെയ്യുന്ന യു റിവൈസ് മോർ യു ഗെറ്റ് തറവ്. മൂന്നാമത്തത് എന്ന് പറയുന്നത് പ്രസൻറ്റേഷനാണ്. അപ്പോൾ അതിലോട്ട് പോകുന്നതിന് മുമ്പ് രണ്ടാമത്തത് വളരെ ക്രൂഷ്യലാണ്. ഞാൻ എൻ്റെ പല വീഡിയോസിലും ഇത് പറഞ്ഞിട്ടുണ്ട്. പ്രൊഫഷണൽ എക്സാംസ്, ചാർട്ടേഡ് അക്കൗണ്ട്സിങ്, കമ്പനി സെക്രട്ടറി, കോസ്റ്റ് അക്കൗണ്ട്സ് എക്സാംസ് എപ്പോഴും ഇൻസ്റ്റിറ്റ്യൂട്ട് ഇഷ്ടപ്പെടുന്നത് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സ്റ്റഡി മെറ്റീരിയലിലെ പോയിൻറ്റ്സ്. കാരണം ഇത്തരം സ്റ്റഡി മെറ്റീരിയൽ വളരെ റിസർച്ച് ഓറിയൻറ്റഡ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ്, ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒത്തിരി പ്രൈവറ്റ് ബുക്സൊക്കെ ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ കൂടുതലും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത് സ്റ്റഡി മെറ്റീരിയലിലെ പോയിൻറ്റ്സ് ആയിരിക്കണം, പ്രൊസീജിയേഴ്സ് ആയിരിക്കണം, അല്ലെങ്കിൽ കണ്ടൻ്റ് ആയിരിക്കണം. അപ്പോൾ ഇത് ചെയ്തില്ലെങ്കിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ, നമുക്ക് പലപ്പോഴും നിങ്ങൾ വിചാരിക്കുന്ന തിയറി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ GRI റിപ്പോർട്ടിംഗ് ESGയിൽ ചോദിച്ചു, നിങ്ങൾ ഒരുപാട് റെഫർ ചെയ്തിട്ടുണ്ടായിരിക്കും, വെബ്സൈറ്റൊക്കെ നോക്കി റെഫർ ചെയ്തിട്ടുണ്ടായിരിക്കും, പല സ്ഥലങ്ങൾ നോക്കിയൊക്കെ റെഫർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ പറ്റുന്നതെന്ന് വെച്ചാൽ, നമ്മൾ നല്ല പോയിൻറ്റ്സാണ് നമുക്ക് നല്ല മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ പോലും പരീക്ഷയിലോട്ട് അത് എഴുതുമ്പോൾ ഒരു എക്സാമിനറിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ, പ്രത്യേകിച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ എക്സാമിനർ പാനലിരിക്കുന്ന ആൾക്ക് കൊടുക്കുന്ന കീയിലുള്ള പോയിൻറ്റ്സ്, അതായത് സ്റ്റഡി മെറ്റീരിയലുള്ള പോയിൻറ്റ്സ് ആയിരിക്കത്തില്ല
നിങ്ങൾ എഴുതുന്നത്. പക്ഷേ കറക്റ്റായിരിക്കും നിങ്ങൾ എഴുതുന്നത്, എലോബറേറ്റ് ആയിരിക്കും, അതിൽ യാതൊരു സംശയവുമില്ല. യുവർ നോളജ് ബേസ് ഈസ് നോട്ട് ക്വസ്റ്റ്യൻഡ്, ബട്ട് യു ആർ നോട്ട് റൈറ്റിംഗ് ഫ്രം ദ സ്റ്റഡി മെറ്റീരിയൽ പോയിൻറ്റ്സ് ഓർ ഫ്രം ദ റിലവൻറ്റ് പോയിൻറ്റ്സ് വിച്ച് ഇസ് ബീൻ എക്സ്പെക്റ്റഡ് ബൈ ദ ഇൻസ്റ്റിറ്റ്യൂട്ട്. അപ്പോൾ രണ്ടാമത്തെ ടിപ്പ് എന്ന് പറയുന്നത്, പരമാവധി പരീക്ഷയിൽ എഴുതുന്ന പോയിൻറ്റ്സ് നിങ്ങൾ എത്ര തന്നെ എക്സ്റ്റേണൽ റെഫറൻസ് നടത്തിയാലും സ്റ്റഡി മെറ്റീരിയലുള്ള പോയിൻറ്റ്സ് എഴുതാൻ നോക്കണം. കാരണം എക്സാമിനറിൻ്റെ കീയിൽ പൊതുവെ സ്റ്റഡി മെറ്റീരിയലിലെ പോയിൻറ്റ്സ് ആയിരിക്കും ആൻസർ കീ ആയിട്ട് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കുട്ടികൾ റെഫറൻസ് ഓറിയൻറ്റഡാണ്. ഇപ്പോൾ അറിയാമല്ലോ, ഇപ്പോൾ വാട്സപ്പും നെറ്റും ചാറ്റ് GPT-യും ഇഷ്ടംപോലെ എക്സ്റ്റേണൽ സോഴ്സസ് ഉള്ളതുകൊണ്ട് തന്നെ ഒരുപാട് കുട്ടികൾ ആശ്രയിക്കുന്ന എനിക്കറിയാം. ഇതുപോലെ റെഫർ ചെയ്യും. പിന്നെ പ്രൈവറ്റ് ആയിട്ടുള്ള ബുക്സും ഉണ്ട്. ഒന്നും തെറ്റെന്ന് ഞാൻ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഒരു നോളേജ് ഗെയിൻ ചെയ്യാൻ എളുപ്പം. പക്ഷേ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ മെജോറിറ്റി പോയിൻറ്റ്സും സ്റ്റഡി മെറ്റീരിയലിലെ പോയിൻറ്റ്സ് വേണം നിങ്ങൾ എഴുതാനായിട്ട്. എന്നാലേ മാർക്ക് കിട്ടാനുള്ള സാധ്യത കൂടുതലുള്ളൂ. നിങ്ങൾ ഒരുപാട് മാർക്ക് എടുത്ത കുട്ടികൾ 60, 65, 70 ഒക്കെ എടുത്ത കുട്ടികളുടെ ആൻസേഴ്സ് ഒന്ന് അവലോകനം ചെയ്യും, അല്ലെങ്കിൽ അവർക്ക് സംസാരിച്ചറിയാം. അവർ പുതിയ പുസ്തക പുഴുക്കളാണ്. അതായത് സ്റ്റഡി മെറ്റീരിയൽ നല്ലതിൽ പഠിക്കുകയും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിന് സ്റ്റഡി മെറ്റീരിയലിൽ കിടക്കുന്ന പോയിൻറ്റ്സ് നിങ്ങൾ ലാംഗ്വേജിലായിരിക്കും നിങ്ങൾ എഴുതുന്നത്. I am not talking about the language. I am talking about the content. The core content should be the points which has been stated in the study material. ഇപ്പോൾ കമ്പനി ലോ ആയാലും ഇപ്പോൾ ആൾട്രേഷൻ ഓഫ് ഷെയർ ക്യാപിറ്റൽ പ്രൊസീജിയർ ഇതിൽ കിടക്കുന്ന പോയിൻറ്റ്സ് വരണം. ബൈബാക്ക് ഇതിൽ കിടക്കുന്ന പോയിൻറ്റ്സ് വരണം. EBCL കൺസ്യൂമർ പ്രൊട്ടക്ഷനിൽ അതിൽ കിടക്കുന്ന കേസ് ലോസ് വരണം. ESG റിസ്ക് മാനേജ്മെൻറ്റ് ഇതിൽ കിടക്കുന്ന പോയിൻറ്റ്സ് വരണം. നിങ്ങൾ അങ്ങനെ ചെയ്ത് നോക്കൂ, നിങ്ങളുടെ നോളജ് കൂടുതലായിരിക്കും. പക്ഷേ എഴുതുമ്പോൾ വെൻ യു ട്രാൻസ്ഫോം ടു ദ ആൻസർ ഷീറ്റ്, ദ പോയിൻറ്റ്സ് വെയിറ്റേജ് ഷുഡ് ബി ഫ്രം ദ study material. This is tip number 2. And tip number 3 is very very important. എക്സാമിനേഷൻ ഹാളിൽ പരീക്ഷയുടെ ആൻസർ ഷീറ്റിൽ എങ്ങനെ നിങ്ങൾ പ്രസൻറ്റ് ചെയ്യുന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്യും. ഇതാണ് എനിക്ക് തോന്നുന്നു ഒത്തിരി കുട്ടികൾ 40 പിടിച്ചെടുക്കുകയും 40 50 പോകാത്തതും അഥവാ 50 60 പോകാത്തതിനും കാരണം അതാണ്. നിങ്ങൾ നോക്കിയാലും ആവറേജ് കുട്ടികളുടെ മാർക്ക് ഈ 40 കിടന്ന് കറങ്ങും. 38, 40, 41, 38, 40, 41. ഇതാണ് ഇന്ത്യയിലെ ആവറേജ് മാർക്ക്. അതിന് കാരണം വെച്ചാൽ നിങ്ങൾ പഠിക്കുന്നുണ്ട് കുട്ടികളെ. യു ആർ സ്റ്റഡിങ്, യു മേഡ് അറ്റൻഡ് ക്ലാസ്, യു ആർ സ്റ്റഡിങ്, യു ആർ ഗുഡ്, ബട്ട് നോട്ട് ടു ഗുഡ്. അപ്പോൾ ആ ഗ്യാപ്പ് ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും പറയും 40 50 പോകാൻ പാടാം, 50 60 പോകാൻ അതിലും പാടാം. അപ്പോൾ 60 പോകണല്ലോ. അപ്പോൾ അതിന് കാരണം ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ എക്സ്പെക്റ്റ് ചെയ്യുന്ന ക്വാളിറ്റിയിൽ നിങ്ങൾ ആൻസർ പ്രസൻറ്റ് ചെയ്യുന്നില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് ആൻസർ ഫ്രെയിം വർക്ക് എന്ന രീതിയിൽ അല്ലെങ്കിൽ എക്സാമിനറിന് മനസ്സിലാവുന്ന രീതിയിലോ ഡൈജസ്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള പ്രസൻറ്റേഷൻ ഇല്ല. അത് ലാംഗ്വേജ് ഫോർമേഷനിലായിരിക്കാം, പാരഗ്രാഫ് ഫോർമേഷനിലായിരിക്കാം, പ്രാക്ടിക്കൽ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യുന്ന ഒരു രീതിയിലായിരിക്കാം. ദർ ഈസ് എ കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ബിറ്റ്വീൻ വാട്ട് യു റൈറ്റ് ആൻഡ് വാട്ട് ദ എക്സാമിനർ ഓർ ദ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്ട്. ഇതൊരു വല്ലാത്തൊരവസ്ഥയാണ്. എല്ലാം അറിയാം, പഠിച്ചു, സ്റ്റഡി മെറ്റീരിയൽ പോയിൻറ്റ്സ് അറിയാം, പക്ഷേ എഴുതാൻ അറിഞ്ഞൂടാ ഇൻ ദ സെൻസ് വിചാരിച്ച രീതിയിൽ വരുന്നില്ല. അപ്പോൾ അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കമ്പനി സെക്രട്ടറീസ് ഓഫ് ഇന്ത്യയുടെ ഓരോ എക്സാം കഴിയുന്തോറും ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കുന്ന ഗൈഡ് ലൈൻസ് ആൻസർ എടുത്ത് റെഫർ ചെയ്യണം. ഇന്ത്യയിൽ ഒരുപാട് കുട്ടികൾക്ക്, പ്രത്യേകിച്ച് കേരളത്തിൽ ഒരുപാട് കുട്ടികൾക്ക് ഇത് റെഫർ ചെയ്യാറില്ല, ഇങ്ങനെ ഉണ്ടെന്ന് പോലും അറിയത്തില്ല. ഞാൻ എല്ലായിടത്തും പറയാറുണ്ട്, എല്ലാ പ്രാവശ്യവും എക്സാം കഴിയുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഗൈഡ് ലൈൻസ് ആൻസർ ഇറക്കും. ഓരോ എക്സാമിൻ്റെ ക്വസ്റ്റ്യനും അതിൻ്റെ മോഡൽ ആൻസേഴ്സ്. ഇത് ഇപ്പം കഴിഞ്ഞ എക്സാം അല്ലേ, റിസൾട്ട് വന്നല്ലോ, കഴിഞ്ഞ ആഴ്ച റിസൾട്ട് വന്നു, അതിൻ്റെ ഗൈഡ് ലൈൻ ആൻസർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇറക്കി. ഇതാണ് ഞാനിപ്പോൾ എൻ്റെ കയ്യിലുണ്ട്. എവിടെ നോക്കണം? പണ്ടത്തെ പോലെ ചാപ്റ്ററിൽ പോയി മേടിക്കേണ്ട ആവശ്യമില്ല. ചാപ്റ്റർ മേടിക്കാം. ഇപ്പോൾ ഓൺലൈനായിട്ട് അവൈലബിൾ ആണ്. ICSI.edu ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ ഫ്രണ്ട് പേജിൽ തന്നെ അക്കാഡമിക് പോർട്ടൽ എന്നൊരു ലിങ്ക് ഉണ്ട്. എന്താണ് അക്കാഡമിക് പോർട്ടൽ? അത് ക്ലിക്ക് ചെയ്യുമ്പോൾ കുറേ ഇത് വരും, ഓപ്ഷൻസ് വരും. അതിലൊരെണ്ണം നിങ്ങൾ നോക്കിയാൽ ഗൈഡ് ലൈൻസ് ആൻസേഴ്സ് എന്നായിരിക്കും. ഇപ്പം തന്നെ പോയി നോക്കൂ. ആ ഗൈഡ് ലൈൻസ് ആൻസർ ക്ലിക്ക് ചെയ്താൽ ഓരോ എക്സാം ചാൻസിൻ്റെയും ഉണ്ടായിരിക്കും. ഇപ്പോൾ പുതിയത് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ട്, December 2025 ന്യൂ ഇട്ടിട്ടുണ്ട്. അത് ക്ലിക്ക് ചെയ്യൂ. ഓരോ പേപ്പറിൻ്റെയും ഓരോ ഗ്രൂപ്പിൻ്റെയും ഇപ്പം ചോദിച്ച ക്വസ്റ്റ്യനും ഈ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനും അതിൻ്റെ മോഡൽ ആൻസേഴ്സും കാണും. അതെടുത്തൊന്ന് വായിച്ച് നോക്കുക. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ എഴുതിയ ആൻസറും എക്സ്പെക്റ്റ് ചെയ്യുന്ന ആൻസറും തമ്മിലുള്ള വ്യത്യാസം. പറ്റിയാൽ നിങ്ങളുടെ തന്നെ ആൻസർ ഷീറ്റും കൂടെ വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് കിട്ടുമല്ലോ അല്ലേ, ആൻസർ ഷീറ്റ് നിങ്ങൾക്ക് മേടിക്കാൻ പറ്റും. അതെടുത്ത് വെച്ച് നിങ്ങൾ ഓരോ ക്വസ്റ്റ്യനും എടുത്തൊന്ന് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ അറിയാം നിങ്ങൾ എഴുതിയിരിക്കുന്നതും ഇൻസ്റ്റിറ്റ്യൂട്ട് ഗൈഡ് ലൈൻസ് ആൻസറിൽ എക്സ്പെക്റ്റ് ചെയ്യുന്നു.
ഈ ഗ്യാപ്പാണ് കുട്ടികളെ മാർക്ക് കുറയ്ക്കുന്നത്. അപ്പോൾ അതിനെന്ത് ചെയ്യണം? ഈ ഗൈഡ് ലൈൻസ് ആൻസേഴ്സ് ഇപ്പോൾ ഡിസംബറിന് ഇറങ്ങിക്കഴിഞ്ഞു. തൊട്ടുമ്പലത്ത് ജൂണിൻ്റെ കിടപ്പുണ്ട്, അതിന് തൊട്ടുമ്പലത്ത് ഡിസംബർ കിടപ്പുണ്ട്, എല്ലാം കിടപ്പുണ്ട്. എല്ലാം ഫ്രീ ആയിട്ട് വെബ്സൈറ്റിൽ അവൈലബിൾ. ഡൗൺലോഡ് ചെയ്യുക, പ്രിൻ്റ് എടുത്തിട്ട് നല്ല ബൈൻഡ് ചെയ്ത് വയ്ക്കുക, പഠിക്കുക. കഴിഞ്ഞ ഒരു 1, 2, 3, 4 എക്സാമിൻ്റെ ഗൈഡ് ലൈൻസ് ആൻസേഴ്സും ഗൈഡ് ലൈൻസ് ആൻസേഴ്സിൻ്റെ അകത്തടങ്ങുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ക്വസ്റ്റിനും ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെ ആൻസേഴ്സും എടുത്ത് വെച്ച് തറവായിട്ട് പഠിക്കുക. നല്ല ഇതിൽ മനസ്സിലാക്കി പഠിക്കുക. എസ്പെഷ്യലി ഹൈലി തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ള കമ്പനിയിലോ അതുപോലെ തിയറി പേപ്പേഴ്സ്, ഫൈനൽ ESG, ഡ്രാഫ്റ്റിംഗ്, കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, എലക്റ്റീവ് പേപ്പറായ CSR അല്ല എക്സിക്യൂട്ടീവ്, എല്ലാ പേപ്പറും ഞാൻ അങ്ങനെ പെട്ടെന്ന് ഓർമ്മ ചില പേപ്പേഴ്സ് പറയുന്നുള്ളൂ. എസ്പെഷ്യലി ഓവർ തിയറി ഓറിയൻറ്റഡ് ആയിട്ടുള്ളത്, ലോ ഓറിയൻറ്റഡ് ആയിട്ടുള്ളത്, പ്രൊസീജിയർ ഓറിയൻറ്റഡ് എടുത്ത് വെച്ച് നല്ല ഇതിൽ പഠിക്കുക. അത് കുറച്ചുകൂടി സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു 4, 5 ചാപ്റ്റർ സ്റ്റഡി മെറ്റീരിയൽ പഠിച്ചതിന് ശേഷം ഗോ ടു ദ ഗൈഡ് ലൈൻസ് ആൻസേഴ്സ്, ക്വസ്റ്റ്യൻസ് ആൻഡ് ആൻസേഴ്സ് ആൻഡ് സ്റ്റഡി. ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കുക. നിങ്ങൾ പഠിച്ച സിലബസ്, പഠിച്ച ഇപ്പോഴത്തെ 5 ചാപ്റ്റർ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ടെന്ന് മാർക്ക് ചെയ്യുക, അതിന് ആൻസേഴ്സ് പഠിക്കുക. അപ്പോൾ കണ്ടോ, പഠിത്തവും ഇൻസ്റ്റിറ്റ്യൂട്ട് രീതിയിലുള്ള എഴുത്തും കൂടെ മിങ്കിൾ ചെയ്ത് പഠിക്കുക. ഇറ്റ് ഷുഡ് ബി ജോയിൻ്റ് എഫേർട്ട്. അല്ലാതെ പഠിക്കുന്ന ഒരു സൈഡും എഴുതുന്ന ഒരു സൈഡ് ആവുന്നതാണ് ഈ പ്രശ്നം. ഇൻസ്റ്റിറ്റ്യൂട്ട് വേറെ സൈഡിലും അങ്ങനെയല്ല. നിങ്ങൾ പഠിച്ചതും നിങ്ങൾ പ്രിപ്പയർ ചെയ്തതും നിങ്ങളുടെ ആൻസർ ഷീറ്റും തമ്മിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ഇവാലുവേഷൻ സ്റ്റാൻഡേർഡിനനുസരിച്ച് വരണം. നിങ്ങളിത് ചെയ്തു നോക്കൂ, സർപ്രൈസ് ആയിരിക്കും നിങ്ങളുടെ മാർക്ക്. അപ്പോൾ ഒന്നുകൂടി പറയാം, ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ വെബ്സൈറ്റിൽ ഫ്രണ്ട് പേജിൽ അക്കാഡമിക് പോർട്ടൽ, അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഗൈഡ് ലൈൻസ് ആൻസർ, അതിൽ ഓരോ വർഷത്തെ ഓരോ ചാൻസിലെ എക്സാമിൻ്റെ ക്വസ്റ്റ്യനും ആൻസേഴ്സ് ഉണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ തന്നെ ഇപ്പോഴത്തെ ഡിസംബറിൻ്റെ ഇറങ്ങിക്കഴിഞ്ഞു, അത് ഡൗൺലോഡ് പ്രിൻ്റ് എടുക്കുക. വേണമെങ്കിൽ 2 വർഷത്തെ ബാക്കിലോട്ട് 2-3 ചാൻസും എടുക്കുക, പഠിക്കുക. നിങ്ങൾ കവർ ചെയ്യുന്ന ഓരോ ചാപ്റ്റർ, ഏത് പേപ്പറായാലും വേണ്ടില്ല, നിങ്ങൾ സ്റ്റഡി മെറ്റീരിയലിൽ നിന്നും പഠിക്കുന്ന ഓരോ ചാപ്റ്ററിൻ്റെയും റിലവൻറ്റ് ക്വസ്റ്റ്യൻസ് ഗൈഡ് ലൈൻസ് ആൻസർ റെഫർ ചെയ്യുക, അത് പഠിക്കുക. അങ്ങനെ കവർ ചെയ്ത് പോവുക. ഇനി അത് മനസ്സിലാക്കി കഴിയുമ്പോൾ നിങ്ങളുടെ ബ്രെയിനും നിങ്ങൾക്കും മനസ്സിലാവും ഈ ക്വസ്റ്റ്യന്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഡ്യൂട്ടീസ് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, അല്ലെങ്കിൽ ട്രൈറ്റ്സ് ഓഫ് ഇൻഡിപെൻഡൻറ്റ്, ക്വാളിഫിക്കേഷൻ ഇൻഡിപെൻഡൻറ്റ് ഡയറക്ടർ, CSR, ഇതൊക്കെ കേൾക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇങ്ങനെ വേണം ആൻസർ ചെയ്യാൻ എന്ന് നിൽക്കും. നിങ്ങളുടെ ബ്രെയിൻ ഓട്ടോമാറ്റിക്കലി ട്രെയിൻഡ് ആവും. അപ്പോൾ പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ നിങ്ങൾ പഴയത് എഴുതുന്നതിനെക്കാട്ടിൽ നിങ്ങൾ കുറച്ചുകൂടി ഒരു ഫോർമാറ്റഡ് ആവും. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു രീതിയിലോട്ട് നിങ്ങളെത്തും. അങ്ങനെ മാർക്ക് കൂടുതൽ കിട്ടും. കുറച്ചുകൂടി എഫേർട്ട് എടുക്കണം. പ്രത്യേകിച്ച് രാത്രി കാലങ്ങളിലൊക്കെ അറിയാമല്ലോ, പഠിത്തമൊക്കെ കഴിഞ്ഞ് 9-10 മണിക്ക് ശേഷം ഡെയിലി കുറേ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. എസ്പെഷ്യലി പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ്. തിയറി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ പിന്നെയും നിങ്ങൾ മാനേജ് ചെയ്യും. പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻസ് ആണ് പലപ്പോഴും ബുദ്ധിമുട്ട്. അതിന് ആൻസർ എങ്ങനെ കൺസ്ട്രക്ട് ചെയ്യണം നമുക്ക് പാടാം. അപ്പോൾ അതിന് ആൻസർ എങ്ങനെ എഴുതണം, അതിൻ്റെ പാരഗ്രാഫ് എങ്ങനെ തുടങ്ങണം, കേസ് ലോ എങ്കിലും ഉണ്ട് എവിടെ കോട്ട് ചെയ്യണം, അതിന് കൺക്ലൂഷൻ എങ്ങനെ ആയിരിക്കണം. സി ഇറ്റ് ലുക്സ് ലൈക്ക് എ ഫോർമാറ്റ്, എ ഫ്രെയിം വർക്ക് കിട്ടുന്നത്. അല്ലാതെ നമ്മളിവിടെ എന്തെങ്കിലും എഴുതിയിട്ട് മാർക്ക് കുറവാണെന്ന് പറയുന്നുണ്ട് ഞാൻ യോജിക്കുന്നില്ല. നല്ലയിൽ പഠിക്കുകയും നല്ലയിൽ പ്രിപ്പയർ ചെയ്യും നല്ലയും പ്രസൻറ്റ് ചെയ്ത ഒരു കുട്ടികൾക്കും മാർക്ക് കുറയത്തില്ല. നിങ്ങൾ 40 കിട്ടിയ ആൾക്കാർക്ക് ഇനി മുതൽ ഈ ടിപ്സ് യൂസ് ചെയ്യൂ. 40 കിട്ടിയ ആൾക്കാർക്ക് 50-52 വരെ പോകും. 50 കിട്ടിയ ആൾക്കാർക്ക് 60 വരെ പോകും. ഇത് ബിൽസാറാണ് പറയുന്നത്, എക്സ്പീരിയൻസ് കൊണ്ട് പറയുന്നതാണ്. ഇത് പലരും ചെയ്യാറില്ല. എൻ്റെ പല വീഡിയോകളിലും ഞാൻ പറഞ്ഞു പോയിട്ടുണ്ട്. പക്ഷേ ഇതാണ് എൻ്റെ ടിപ്സ്. ഞാൻ ഒന്നുകൂടി പറയാം. 1, സ്റ്റഡി മെറ്റീരിയൽ സിസ്റ്റമാറ്റിക്കായിട്ട് പഠിക്കുക. അതിൻ്റെ കൂടെ റിവിഷൻ, റെഗുലറായിട്ട് റിവിഷൻ ഇടുക. 2-3 പ്രാവശ്യം സ്റ്റഡി മെറ്റീരിയൽ റിവൈസ് ചെയ്യണം. ഓക്കെ, ഇത് മറക്കരുത്. 3, സ്റ്റഡി മെറ്റീരിയൽ എത്ര പ്രൈവറ്റ് ബുക്സും ChatGPTയും എന്തൊക്കെ AI നിങ്ങൾ യൂസ് ചെയ്താലും അൾട്ടിമേറ്റ്ലി സ്റ്റഡി മെറ്റീരിയലിലെ പോയിൻറ്റ്സ് ആൻസർ ഷീറ്റിലോട്ട് കൊണ്ടുവരാൻ നോക്കുക. മറ്റതൊക്കെ നോളജിന് വേണം, യാതൊരു സംശയമില്ല. ഒന്നും എല്ലാം നല്ല കാര്യം. പ്രൈവറ്റ് ബുക്സ് എളുപ്പമാണ്, കോൺഫിഡൻസ് കിട്ടും, വായിക്കാൻ മനസ്സിലാവും, പെട്ടെന്ന് മനസ്സിലാവും. യെസ്, ബട്ട് വെൻ യു റൈറ്റ് ഇൻ ദ എക്സാം ഷീറ്റ് please write more points from the study material, especially on theory and procedural papers. And third one is very important tip, refer guidelines answer. ഞാൻ 1000 വട്ടം ഇത് കുട്ടികൾക്ക് പറയുന്നുണ്ട്. ഒരു പൈസ ചിലവില്ല. ഇൻസ്റ്റിറ്റ്യൂട്ട് സൈറ്റ് നേരെ ഡൗൺലോഡ് ചെയ്യാം. വേണമെങ്കിൽ ഒരു സിസ്റ്റത്തിലേക്ക് പ്രിൻ്റ് എടുത്ത് വെച്ച് താല് സ്റ്റഡി ഇറ്റ് ഇൻ ഡീറ്റെയിൽ. എവറി ക്വസ്റ്റൻ ആൻസർ യു ഹാവ് ടു സ്റ്റഡി. ഇപ്പോഴത്തെ ഡിസംബറിൻ്റെ ഇറങ്ങിക്കഴിഞ്ഞു. ഇന്നലെ എന്തോ അപ്ലോഡ് ചെയ്തോളൂ, എടുത്ത് വെച്ച് തുടങ്ങാം. തൊട്ട് മുമ്പലത്ത് വേണമെങ്കിൽ എടുത്തോ. ഒരു 2-3 ചാൻസ് എടുക്കുക. കുറച്ച് ഏരിയ സ്റ്റഡി മെറ്റീരിയൽ പഠിക്കുക, അതിൻ്റെ റിലവൻറ്റ് കറസ്പോണ്ടിങ് ക്വസ്റ്റ്യൻസ് നോക്കുക, അതിൻ്റെ ആൻസർ പഠിക്കുക. എന്നിട്ട് പരീക്ഷയ്ക്ക് പോകുന്ന മുമ്പ് ഗൈഡ്ലൈൻസ് ആൻസർ 2-3 ചാൻസിൽ മുഴുവൻ ക്വസ്റ്റ്യൻ ആൻസർ നല്ല പഠിച്ചിട്ട് പോവുക. സോ നിങ്ങൾ ഇനി പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് എക്സ്പെക്റ്റ് ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് ഇത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ലാംഗ്വേജ് ഫോർമേഷൻ, ആൻസറിൻ്റെ കണ്ടൻറ്റ്, പാരഗ്രാഫ് സ്പ്ലിറ്റിംഗ്,
കൺക്ലൂഷൻ ആൻഡ് ദ ഫ്ലോ ഓഫ് ദ ആൻസർ വിൽ ബി ഓപ്റ്റിമം. നല്ല ഇതിൽ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും എക്സാമിൽ നിന്ന് നല്ല ഇതിൽ മാർക്ക് ഇടാനും പറ്റും. ബിൽ സാറിന് ഈ 3 കാര്യങ്ങളും ഇന്ന് പറയണം തോന്നി. നിങ്ങളിത് അപ്ലൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും കൂടിയുള്ള അത്ഭുതങ്ങൾ സംഭവിക്കും. നല്ല മാർക്ക് കിട്ടും, കോൺഫിഡൻസ് കൂടും. അപ്പോൾ അല്ലാതെ യൂഷ്വലായിട്ട് ചുമ്മാ കുറേ സ്റ്റഡിമെൻറ്റിൽ കുറേ ഏരിയ പഠിച്ചിട്ട് പോവുക, അത് ദാറ്റ് നോട്ട് വർക്കൗട്ട്. ഓക്കെ, അപ്പോൾ അടുത്ത പ്രാവശ്യം തീർച്ചയായിട്ടും മാറ്റം ഉണ്ടാവും. ഇത്തരം കുട്ടികൾ തീർച്ചയായിട്ടും നല്ലതിൽ ഭയങ്കരമായിട്ടുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടാവും മാർക്കിൽ. ഓക്കെ, കോൺഫിഡൻ്റ് ആയിരിക്കുക. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മൾക്ക് കൂടെയുണ്ട്, വിൽസാർ കൂടെയുണ്ട്. എന്ത് ഡൗട്ടോ ക്ലാരിഫിക്കേഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഞാനിന് മറുപടി തരാം. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. ജൂൺ 2026 എക്സാം നമ്മളെ എക്സാമാണ്. നമ്മൾ പാസ്സായിരിക്കും, നല്ല മാർക്ക് എടുത്ത് പാസ്സാവും. ഓക്കെ, എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എല്ലാവരും സന്തോഷമായിട്ടിരിക്കും. ഓക്കെ, താങ്ക് യു. വേറൊരു വീഡിയോയുമായിട്ട് അല്ലെങ്കിൽ വേറൊരു വിഷയമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു.